തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് താനില്ല എന്ന് നടൻ ജയരാജ് വാര്യർ വ്യക്തമാക്കി. CPയിലെ നേതാക്കളായ ചില സുഹൃത്തുക്കളൊക്കെ തന്നെ ബന്ധപ്പെട്ടു. അവരോട് താൻ മത്സരിക്കാനില്ല എന്ന കാര്യം അറിയിച്ചു. ഇടതുപക്ഷ സഹയാത്രികനായി തന്നെ തുടരുമെന്നും ജയരാജ് വാര്യർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ജയരാജ് വാര്യരുടെ പ്രതികരണം വന്നത്. അല്ല, എന്നോട് അങ്ങനെ ഒരു ആവശ്യപ്പെടലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ചിരുന്നു. CPയിലെ വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ തന്നെ ഞാനതിനെ വലിയൊരു കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല, അത് പല കാരണങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള തൃശ്ശൂരിൻ്റെ മന്ത്രിയോട് പറഞ്ഞിരുന്നു എന്നെ ഇതിന്ന് ഒഴിവാക്കണം. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം അതല്ലെങ്കിൽ നാടക പ്രവർത്തനം ആ ഒരു കാലമുണ്ടല്ലോ, 80കളിലാവാമായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിൽ വരണമെന്നൊരു മോഹം അതെനിക്കില്ല. ഞാൻ പൂർണ്ണമായും ഒരു കലാകാരനാണ്. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്തെ, ഗുഡ് മോർണിംഗ്. എന്തായാലും ജയരാജ് വാര്യർ കക്ഷി രാഷ്ട്രീയ പരിപാടിയിലേക്കില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം, നമ്മുടെ VS സുനിൽകുമാറിന് എന്ത് പറ്റി? കാര്യം സുനിൽകുമാർ അവിടെ പുര നിറഞ്ഞു നിൽക്കുന്നു പറഞ്ഞോലെ, എപ്പോൾ വേണമെങ്കിലും മത്സരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ സുനിൽകുമാറിനെ ഒഴിവാക്കിയിട്ടാണോ മറ്റുള്ള നവാഗത പ്രതിഭകളെ ഈ CPI അന്വേഷിക്കുന്നത്? SKN CPയുടെ മണ്ഡലം കമ്മിറ്റികളിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ട പേര് VS സുനിൽകുമാറിൻ്റേത് തന്നെയായിരുന്നു. VS സുനിൽകുമാർ മത്സരിച്ചാൽ 100% വിജയം ഉറപ്പ് എന്ന തരത്തിൽ തന്നെയായിരുന്നു മണ്ഡലം കമ്മിറ്റികളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ടേം വ്യവസ്ഥ സുനിൽകുമാറിന് ബാധകമാണ് എന്ന തരത്തിലാണ് CPയുടെ ജില്ലാ കൗൺസിൽ യോഗത്തിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഒരു ചർച്ച നടന്നത്. അവിടെയാണ് വലിയ തർക്കങ്ങൾ ഉണ്ടായത്. ഈ തർക്കങ്ങൾക്കൊടുവിലാണ് 5 പേരുകൾ കൃത്യമായ രീതിയിൽ കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ 5 പേരുകൾ CPയുടെ നേതൃത്വം കൊടുത്തു. ആ 5 പേരുകൾക്ക് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ സുനിൽകുമാറിന്റെ പേരും ഈ മണ്ഡലം കമ്മിറ്റികളിൽ ഉയർന്ന പേരാണ്, അതുകൊണ്ട് നിർബന്ധമായി അത് കൊടുക്കണമെന്ന് നേതാക്കളിൽ ചിലർ ആവശ്യപ്പെട്ടു. അങ്ങനെ സുനിൽകുമാറിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് സുനിൽകുമാറിന്റെ പേര് അംഗീകരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജയരാജ് വാര്യർ ഒരു അർദ്ധസമ്മതം എന്ന തരത്തിലേക്കാണ് അവരോട് CPI നേതാക്കളോട് സംസാരിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സംസ്ഥാന കൗൺസിൽ യോഗം നിർണായകമാണ്. അവിടേക്ക് ജയരാജ് വാര്യരെ പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. ജയരാജ് വാര്യരുമായി ഇനിയും CPI നേതാക്കൾ സംസാരിക്കും. CPയുടെ ഒരു സംസ്ഥാനത്ത് തന്നെ ഉന്നതനായ നേതാവും ഒരു മന്ത്രിയും ഒക്കെയാണ് ഈ ഒരു ഘട്ടത്തിൽ സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുവെങ്കിലും അതൊരു അർദ്ധസമ്മതമാണ് എന്നാണ് CPI നേതാക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു പക്ഷേ ആ ഒരു പേര് പരിഗണിച്ച് ഔദ്യോഗികമായി തന്നെ ജയരാജ് വാര്യരുമായി സംസാരിക്കാൻ CPI നേതാക്കൾ തയ്യാറാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും VS സുനിൽകുമാറിന് സീറ്റ് ഉണ്ടാകില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ റവന്യൂ വകുപ്പിനെതിരെയും അതുപോലെ തന്നെ കളക്ടർക്കെതിരെയും ഒക്കെ നിലപാട് സ്വീകരിച്ചിരുന്നു. അങ്ങനെ രാഷ്ട്രീയമായി അത് സർക്കാരിനെതിരായ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിനെതിരായ നിലപാടാണ് എന്ന തരത്തിലേക്ക് CPI നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു സുനിൽകുമാറിനെതിരെ. സുനിൽകുമാറിനെ പരസ്യമായി ബിനോയ് വിശ്വം പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് കൗൺസിൽ യോഗങ്ങളിൽ ശാസിക്കുന്ന ഒരു നിലപാട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ സ്വീകരിച്ചിരുന്നു. അതൊക്കെ തന്നെയാണ് സുനിൽകുമാറിന് ഒരു വിലങ്ങുതടിയായത്. എന്തായാലും സുനിൽകുമാർ ഉണ്ടാകില്ല എന്നത് 90% ഉറപ്പായി കഴിഞ്ഞു. സംസ്ഥാന കൗൺസിലിലേക്ക് ഇന്ന് ആ പേര് വരികയാണെങ്കിൽ അവർ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.